ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നു. തിരിച്ച് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ വാർത്തകളായിരിക്കും ഇനി ഉള്ള വാർത്താ ദിനങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പോകുന്ന ഇന്ന് ലീഗ് നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപന വാർത്തയിലേക്കാണ്. 2 സീറ്റിൽ ലീഗ് വഴങ്ങി. മൂന്നാം സീറ്റെന്ന പിടിവാശി ഉപേക്ഷിച്ച് ഒടുവിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ലീഗ് മത്സരിക്കുക 2 സീറ്റിലെന്ന് സാദിഖ് അലി തങ്ങൾ അറിയിച്ചു. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയുമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ. അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗ് ഉറപ്പിച്ചെന്നും അതിൽ ആര് മത്സരിക്കുമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്, സിറ്റിംഗ് MP ആണ്. അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. സിറ്റിംഗ് എംപിമാരുടെ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറുകയാണ്. ഇക്കാര്യത്തിൽ വേണ്ടത്ര വിശദീകരണം നൽകാൻ കഴിയുന്നില്ല ലീഗ് നേതൃത്വത്തിന്. അണ്ടർസ്റ്റുഡ് അല്ലേ എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ നേതാക്കന്മാരുടെ സേവനം എല്ലായിടത്തും വേണമെന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം. പിന്നെ കേരളത്തിൽ UDF ആയിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ, നിങ്ങൾക്ക് അതിനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പാർട്ടി നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ 3ാം സീറ്റ് ലീഗിനില്ല എന്ന് VD സതീശൻ പ്രതികരിച്ചത് ശ്രദ്ധേയമായി. ലീഗ് സമ്മർദ്ദ ശക്തിയാണെന്ന പ്രചാരണത്തിന് തടയിടാൻ ആയിരുന്നു VD സതീശന്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം. രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് എടുക്കും. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ 3 സീറ്റിൽ ഉറച്ചു നിൽക്കുന്ന ലീഗ് നേതാക്കളെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ വന്ന ചർച്ച എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റ് കൂടി ലീഗിന് തരാം, അത് പിന്നീട് എന്നുള്ളതായിരുന്നുവല്ലോ. അതിന് ലീഗ് വഴങ്ങുന്നു. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, ഇന്ന് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വളരെ വിശദമായി തന്നെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി വളരെ വിശദമായ ചർച്ചകൾ നടന്നു. അതിൽ നേതാക്കളൊക്കെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് അംഗീകരിക്കാമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ ഈ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. പിന്നീട് സ്ഥാനാർത്ഥികളുടെ വെച്ച് മാറുന്ന കാര്യത്തിലായിരുന്നു ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MP തന്നെ മത്സരിക്കട്ടെ എന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനമായതായിരുന്നു. എന്നാൽ പിന്നീട് പൊന്നാനിയിൽ ആര് എന്നുള്ള ഒരു സംശയം നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് പൊന്നാനിയിൽ യുവാക്കളായിട്ടുള്ള ആരെങ്കിലും പരീക്ഷിക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിയിൽ ഉയർന്നു. ഇന്നത്തെ ചർച്ചയിൽ യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ ഫൈസൽ ബാബുവിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ അബ്ദുസമദ് സമദാനി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതാക്കൾ ഒന്നടങ്കം എത്തുകയായിരുന്നു. അതിന് കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊന്നാനിയിൽ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ET മുഹമ്മദ് ബഷീർ MPക്കെതിരെ ചെറിയൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മുൻ നേതാവായിട്ടുള്ള KS ഹംസയാണ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതായി തന്നെ യോഗം വിലയിരുത്തി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ലെന്നും അബ്ദുസമദ് സമദാനി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കും യോഗം എത്താനുണ്ടായ ഒരു കാരണമായി പറയാനാവുക. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം, ഈ യുവാക്കളെ ആരെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ അതിൽ പേര് ഉയർന്നു കേട്ട ചില യുവ നേതാക്കളുമായി ഈ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരിയ വിയോജിപ്പുള്ള നേതാക്കൾ കൂടി ആ ഗണത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇതര മതസ്ഥരുടെ വോട്ട് ലഭിക്കുന്ന കാര്യത്തിലും ഒരു സംശയവും പാർട്ടിക്കുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് അബ്ദുസമദ് സമദാനി എന്നുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പൊന്നാനിയിലെ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ സമദാനി എന്നുള്ളത് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്
വലിയ പ്രാസംഗികനാണ്, പരിചയസമ്പന്നനുള്ള നേതാവാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നേതാവിനെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകൾക്കിടയിൽ ഈ സമദാനിക്കെതിരെ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ വിയോജിപ്പോ ഇല്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ഫിഗർ പ്രത്യേകിച്ച് ഇതര മതസ്ഥർക്കിടയിലും ഒരു ആകർഷണീയമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവിധ വോട്ടുകളും സമദാനിയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് നിലവിൽ ഈ സമദാനിയിലേക്ക് എത്താനുള്ള കാരണമായി നേതാക്കൾ പറയുന്നത്. പക്ഷെ അപ്പോഴും നിലനിൽക്കുന്നത് ഈ രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു കോൺഗ്രസ് വാഗ്ദാനം എന്തുകൊണ്ട് അംഗീകരിച്ചു എന്നുള്ളതിന് നേതാക്കൾക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരിയുമാണ് വിവരങ്ങൾ നൽകിയത്. സൈക്കോ കില്ലർ എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നു. 3-ാം സീറ്റ് നൽകിയില്ല, ഉള്ള 2 പേരെ മാത്രം മത്സരിപ്പിക്കുന്നു. യൂത്ത് ലീഗിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർക്കൊരു അവസരം കൊടുക്കാതെ ഇനി ഈ പാർട്ടി അങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള തരത്തിലൊരു ചോദ്യം ഉയരുന്നുണ്ട്. യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടിയായിരിക്കാം ആ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം. വിജയപ്രതീക്ഷ പങ്കുവെച്ച് ET മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദാനിയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സംസ്ഥാനത്ത് UDF-ന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് ഇരുവരും പ്രതികരിച്ചു. ഒരു അംഗീകാരമാണ് പാർട്ടി ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം. അത് കണക്കിലെടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യും. ഇലക്ഷൻ വർക്കും അതിനുശേഷം ജയിച്ചു വരുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിൽ പാർലമെന്റ് മെമ്പർമാർക്ക് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതും ചെയ്യും. വളരെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതല അത് ഏറ്റെടുക്കുന്നു. പൊന്നാനി നമ്മുടെ പ്രദേശമാണ്, നമ്മുടെ നാടാണ്, എൻ്റെ പ്രദേശം കൂടിയാണ്. ഞാൻ അവിടുത്തുകാരനാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, തിളങ്ങുന്ന ചരിത്രം. വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും UDF-ന്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന ഒരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട്. അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും. ബിപിൻ വെന്നി പറയുന്നത് പിന്നെയും പറ്റിച്ചു എന്നുള്ളതാണ്. ലീഗിന് 3 സീറ്റ് എന്നുള്ള ആവശ്യം ഉയർത്തിയതാണ്, പക്ഷേ 2 സീറ്റിൽ അവസാനം ഒതുക്കി എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ വീണ്ടും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ ചലനങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ സർക്കാർ തുലാസിൽ. ഹിമാചൽ പ്രദേശിൽ സർക്കാർ അട്ടിമറിക്കാനുള്ള BJP നീക്കത്തിനിടെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മാറ്റി സർക്കാരിനെ നിലനിർത്താൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മന്ത്രിസഭയിൽ നിന്ന് പ്രമുഖ നേതാവ് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 14 BJP MLA-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഒരു വർഷമായി പറയാൻ മടിച്ചതെല്ലാം നേതൃത്വത്തെ അറിയിച്ചെന്ന് വിശദീകരിച്ചായിരുന്നു വിക്രമാദിത്യ സിംഗിന്റെ രാജി പ്രഖ്യാപനം. വർത്തമാൻ പരിസ്ഥിതി मेरा इस सरकार में बने रहना ठीक नहीं है. इसलिए आज मैंने ये निर्णय लिया है that I am resigning from the Council of Ministers. मैं इस सरकार से एक मंत्री के रूप में इस्तीफा दे रहा हूं जो मैंने निर्णय लिया है. 68-അംഗ ഹിമാചൽ നിയമസഭയിൽ 40 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. 40-ൽ 3 സ്വതന്ത്ര MLA-മാരും വിമതപക്ഷത്തായതോടെ സർക്കാരിന്റെ അംഗബലം ഭൂരിപക്ഷത്തിൽ താഴെ ആണെന്നാണ് BJP-യുടെ ആരോപണം. പ്രതിഷേധം നിയമസഭയിൽ ശക്തമായതോടെ പ്രതിപക്ഷ നേതാവടക്കം 14 പേരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഹിമാചൽ പ്രദേശിൽ BJP-ക്ക് 25 MLA-മാരാണുള്ളത്. ഗവർണറെ സന്ദർശിച്ച BJP സംഘം വിശ്വാസം തെളിയിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. और वोटिंग के समय अगर वॉइस वोटिंग अपोजिशन वालों को कन्विंसिंग ना लगे तो वहां डिवीजन ऑफ वोट जो है वो मांगने का अधिकार है और हमने उसी के लिए आग्रह किया था. लेकिन 2 बार आग्रह करने के बावजूद भी हमारी बात को नहीं सुना गया. हाउस को एडजॉर्न कर दिया गया. കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ച പ്രശ്നപരിഹാര സംഘം ഷിംലയിലെത്തി. കോൺഗ്രസ് MLA-മാരുമായി ആശയവിനിമയം നടത്തിയ ഭൂപീന്ദർ സിംഗ് കൂടെയും DK ശിവകുമാറും പാർട്ടിക്കൊപ്പം തുടരാൻ അവരോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ വിക്രമാദിത്യ സിംഗുമായി പ്രിയങ്ക ഗാന്ധിയും ആശയവിനിമയം നടത്തി. സുഖുവിനെ മാറ്റി പ്രശ്നപരിഹാരം സാധ്യമായാൽ അതിനും ഒരുക്കമാണെന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നൽകുന്ന സന്ദേശം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇത് അപ്രതീക്ഷിത നീക്കമാണ് കോൺഗ്രസിന്. അത് കനത്ത ആഘാതവുമാണ്. ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഇപ്പോൾ വഴി തേടുകയാണ് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി നേരിട്ടാണ് പ്രശ്നപരിഹാര ശ്രമങ്ങൾ നടത്തുന്നത്. സർക്കാരിനെ നിലനിർത്തുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി. 68-അംഗ നിയമസഭയിൽ 43 പേരുടെ പിന്തുണയോടെ സുഗമമായി ഭരണം തുടരേണ്ട കോൺഗ്രസിനാണ് അപ്രതീക്ഷിത കൂറുമാറ്റം പ്രതിസന്ധിയായത്. DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയും രാജീവ് ശുക്ലയുമൊക്കെ
ക്രൈസിസ് മാനേജർമാരായി രംഗത്തുണ്ടെങ്കിലും പ്രധാന നീക്കം നടത്തുന്നത് പ്രിയങ്ക ഗാന്ധി നേരിട്ടാണ്. മിക്ക MLA-മാരുമായും പ്രിയങ്ക സംസാരിച്ചു. മന്ത്രിസ്ഥാനം രാജിവെച്ച വിക്രമാദിത്യ സിംഗും ഇതിൽപ്പെടും. ഇടഞ്ഞു നിൽക്കുന്ന MLA-മാരാകട്ടെ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുമില്ല. ഹിമാചലിൽ ഭരണം ലഭിച്ചതു മുതൽ കോൺഗ്രസിൽ കല്ലുകടിയാണ്. മുഖ്യമന്ത്രിയായി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ നിർദ്ദേശിച്ചപ്പോൾ എതിർപ്പുയർത്തിയ മുകേഷ് അഗ്നിഹോത്രിയെ ഉപമുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പദം മോഹിച്ച വിക്രമാദിത്യ സിംഗിനെ മന്ത്രിയാക്കി. കോൺഗ്രസിന് 10-ലധികം സീറ്റ് ലഭിച്ച കാംഗ്ര മേഖലയിൽ നിന്ന് 2 മന്ത്രിമാരെ മാത്രം ഉൾപ്പെടുത്തിയതിൽ എതിർപ്പ് ശക്തമായിരുന്നു. ഷിംല മേഖലയിൽ നിന്നാണ് കൂടുതൽ മന്ത്രിമാരും. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്കവഗണിച്ച് അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയിൽ വിക്രമാദിത്യ സിംഗ് പങ്കെടുത്തിരുന്നു. നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞതുമില്ല. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസിന് മുന്നിലുള്ള മാർഗങ്ങളിവയാണ്: 1. വിമതരെ അനുനയിപ്പിക്കുക. 2. സുഖ്വീന്ദർ സുഖുവിനു പകരം പുതിയ മുഖ്യമന്ത്രിയെ മുന്നോട്ട് വയ്ക്കുക. 3. വിമതരെ അയോഗ്യരാക്കുക. ഇക്കാര്യങ്ങളിൽ കോൺഗ്രസിന്റെയും MLA-മാരുടെയും നിലപാട് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഇങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ നൽകുന്ന സമയത്ത് സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, ചൂടുള്ള രാഷ്ട്രീയ വാർത്തകൾ മാത്രം പോരാ, കേരളം ചുട്ടുപൊള്ളുകയാണ്, അതേക്കുറിച്ച് ന്യൂസ് വല്ലതുമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സുലൈമാൻ അബ്ദുൽ ഖാദർ അത് ഓർക്കുമല്ലോ. ഹിമാചലിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. വിമതരുടെ സമ്മർദ്ദത്തിന് അവിടെ കോൺഗ്രസ് വഴങ്ങുന്നതായുള്ള സൂചനകൾ വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാം എന്ന് സുഖ്വീന്ദർ സുഖു ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം. ആർക്കെയും ഈ ഒന്നിലേറെ വിമത MLA-മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എങ്ങനെ ഒരു പ്രശ്നപരിഹാരം സാധ്യമാകും? ആർക്കെ താനാണ് പ്രശ്നമെങ്കിൽ അതിന് തന്റെ രാജി പരിഹാരമാവുമെങ്കിൽ അതിന് ഒരുക്കമാണ് എന്നാണ് ഇപ്പോൾ സുഖു വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അദ്ദേഹം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കടുംപിടുത്തക്കാരനല്ല ഒരു ഘട്ടത്തിലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സുഖു. അത് എക്കാലവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനനുബന്ധമായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അത് വിക്രമാദിത്യ സിംഗിന്റെ ഭാഗത്തു നിന്നുള്ള ചില കരുനീക്കങ്ങളുടെ തുടർച്ചയാണ് എന്ന രീതിയിൽ ആക്ഷേപം നിലനിൽക്കുമ്പോഴും താൻ അങ്ങനെയാണെങ്കിൽ പോലും ഒഴിഞ്ഞു നിൽക്കാൻ, മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം ദേശീയ നേതൃത്വത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സുഖുവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച്, വിക്രമാദിത്യ സിംഗ് ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിലും ദേശീയ നേതൃത്വത്തിലും തന്നെ ഭിന്നാഭിപ്രായമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ സുഖുവിനെ മാറ്റുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന രാഷ്ട്രീയ ചോദ്യം നിലനിൽക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും താൻ തയ്യാറാണ് എന്ന സന്ദേശം സുഖു നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ആ സംസ്ഥാനം നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിന് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തുടർന്നുള്ള നിലപാടിനെ സ്വാധീനിക്കും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വിക്രമാദിത്യ സിംഗ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിഞ്ഞു. അതൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായിട്ട് വേണം കണക്കാക്കാൻ. കൂടുതൽ പേർ തന്നോടൊപ്പം ഉണ്ട് എന്ന സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. എന്നാൽ നമുക്കറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്ര പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നത് ഉൾപ്പെടെയുള്ള ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ക്രോസ് വോട്ട് ചെയ്ത 6 MLA-മാരുടെ അയോഗ്യത അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു നിലപാട് കൈക്കൊള്ളും. സ്പീക്കറോട് അവരെ അയോഗ്യരാക്കാൻ ആവശ്യപ്പെടുന്ന നടപടികളിലേക്ക് കടക്കുന്നത് ഉൾപ്പെടെയായിരിക്കും കോൺഗ്രസ് ചെയ്യുക. അഥവാ വിക്രമാദിത്യ സിംഗിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിനെതിരെയും എടുക്കുന്ന നടപടികൾ, അവരെടുക്കുന്ന നിലപാട് പരിഗണിച്ചില്ലെങ്കിൽ എത്രത്തോളം തിരിച്ചടി ഉണ്ടാകുമെന്നത് വിലയിരുത്തി അത് സർക്കാരിന്റെ പതനത്തിൽ കലാശിക്കുമെങ്കിൽ സുഖുവിനെ തൽക്കാലം മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. വൈകിട്ടോടുകൂടി അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ പ്രാമുഖ്യം ലഭിക്കുന്നത് സുഖുവിനെ തൽക്കാലം മാറ്റി നിർത്തുക എന്ന നിർദ്ദേശത്തിലാണ്. അദ്ദേഹത്തെ നിയമസഭയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പ്രിയങ്ക ഗാന്ധി ഇരുപക്ഷങ്ങളോടും സംസാരിച്ചു. പ്രത്യേകിച്ച് വിക്രമാദിത്യ സിംഗിനോട് 2 തവണ സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി ആർക്കെ, ഏതായാലും ഹിമാചൽ പ്രദേശിലേക്ക് തന്നെയായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ ഇന്ന് എത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രഘുനന്ദനൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രമാണിച്ച് റെയിൽവേ പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം ചാർജ് 10 രൂപയാക്കി. പക്ഷേ മുതിർന്ന പൗരന്മാരുടെ റേറ്റ് മാറ്റം അക്കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല എന്നാണ് രഘുനന്ദനൻ തിരുമല്ലവാരം ചൂണ്ടിക്കാണിക്കുന്നത്. ഹരിദാസ് ഒരു തമാശ പറയുന്നുണ്ട്, തണുത്ത വാർത്ത വായിച്ചാൽ ചൂട് കുറയുമോ 24 എന്നുള്ളതാണ് ഹരിദാസിന്റെ ചോദ്യം. നമ്മളിനിയും കോൺഗ്രസിൽ നടക്കുന്ന സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥികളായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് നടന്നു. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്ന് തുടങ്ങും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാത്രിയോടെ തിരുവനന്തപുരത്തെത്തും. നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം. K. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചാരണം അഭ്യൂഹം മാത്രമാണെന്ന് VD സതീശൻ പറഞ്ഞു. സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലും സ്ഥാനാർത്ഥി നിർണയമുണ്ടാകും. വയനാട് ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ MPമാർ തന്നെ മത്സരിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു. എന്നാൽ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചരണം അഭ്യൂഹം മാത്രമെന്ന് VD സതീശൻ. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. KPCC പ്രസിഡന്റിന് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. പിണറായി യുഗത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ത്യം കുറിക്കുമെന്ന് K. സുധാകരൻ. ജനം വെറുത്ത മോദി പിണറായി സർക്കാരുകൾക്കെതിരെയായ ജനരോഷം കേരളത്തിൽ UDF ഒരു രാഷ്ട്രീയ തരംഗമാക്കി മാറ്റും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആലപ്പുഴയിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നെങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ TP ചന്ദ്രശേഖരൻ വധം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഒന്നാം സ്ഥാനം TP വധത്തിനെന്ന് K. മുരളീധരൻ MP പ്രതികരിച്ചപ്പോൾ മണ്ഡലത്തിൽ വികസനമാണ് പ്രധാനമെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ തിരിച്ചടിച്ചു. TP വധത്തിൽ ഗൂഢാലോചന നടത്തിയ പാർട്ടി നേതാക്കളെ കണ്ടെത്തണമെന്ന് KPCC അധ്യക്ഷനും CPIM-ന് വധത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് വടകര ലോക്സഭാ മണ്ഡലം CPM-ന് നഷ്ടമായത്. അത് തിരിച്ചുപിടിക്കാൻ KK ശൈലജ എത്തിയപ്പോൾ വികസനം തന്നെയാണ് LDF-ന്റെ പ്രധാന പ്രചാരണ വിഷയം. ഒപ്പം KK ശൈലജ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തന മികവും. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക, കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ അഭിവൃദ്ധിപ്പെടുത്തുക. എന്നാൽ മണ്ഡലം നിലനിർത്താൻ TP വധം ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. ചർച്ചയാവും. കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം. അതാണ് ഹൈക്കോടതി ഡബിൾ ജിയോ വരുന്ന. അത് ചർച്ച ചെയ്യണ്ടേ? അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും. ഏത് കാര്യം ചർച്ച ചെയ്യാം, വികസനവും ചർച്ച ചെയ്യാം. പക്ഷേ ഒന്നാം സ്ഥാനം ചന്ദ്രശേഖരന്റെ കൊലപാതകം. TP വധത്തിൽ ഗൂഢാലോചന നടത്തിയ CPM നേതാക്കളെ കണ്ടെത്തണമെന്നും കേസിൽ നീതി കിട്ടും വരെ പോരാടുമെന്നും K. സുധാകരൻ. നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ ഞങ്ങളും പോരാടും. ഹൈക്കോടതി വിധിയോടെ CPM നേതാക്കളുടെ പങ്ക് തെളിഞ്ഞെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരന്മാരായ ഒരു സംഘം നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത്. അവരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നത് കേരളത്തെ വീണ്ടും നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വടകര MLA KK രമ കൂടി പ്രചാരണത്തിനിറങ്ങുമ്പോൾ TP വധം മണ്ഡലത്തിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. 24 കോഴിക്കോട്. വടകരയിലെ രാഷ്ട്രീയം വാർത്തയാക്കുമ്പോൾ ജാസിർ പറയുന്നത് ഇങ്ങനെയാണ്: വടകര TP വധം തന്നെ വീണ്ടും ചർച്ചയാകും. P. ജയരാജനെ കൊണ്ടുവന്ന് തോൽപ്പിച്ച പോലെ ശൈലജ ടീച്ചറെയും ഒരു പാഠം പഠിപ്പിക്കാനുള്ള കണ്ണൂർ ഔദ്യോഗിക പക്ഷത്തിന്റെ പദ്ധതിയാണ്. പിണറായിക്ക് മുന്നേ നടന്നാൽ ഇതാണ് അവസ്ഥ എന്നാണ് ജാസിർ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. BJP-യിൽ എന്ത് സംഭവിക്കുന്നു എന്നുകൂടി പരിശോധിക്കാം. പദയാത്രാ ഗാനവിവാദത്തിന് പിന്നാലെ IT സെല്ലിന് മൂക്കുകയറിടാൻ BJP സംസ്ഥാന IT സെല്ലിന്റെ അധികാരപരിധി വെട്ടിച്ചുരുക്കി. IT സെൽ കൺവീനർ S. ജയശങ്കറിനെതിരെ തൽക്കാലം നടപടി ഉണ്ടാകില്ല എന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നരേന്ദ്രമോദിയെ മുൻനിർത്തി നടത്താൻ BJP സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. പ്രചാരണ ഗാന വിവാദത്തിൽ BJP IT സെൽ കൺവീനർക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടി ആവശ്യപ്പെടുകയും അതിനു സാധ്യതയില്ല എന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് IT സെല്ലിന് മൂക്കുകയറിടാൻ BJP തീരുമാനിച്ചത്. ഫലത്തിൽ IT സെൽ കൺവീനർ S. ജയശങ്കറിനെതിരെ നേരിട്ടുള്ള നടപടി തൽക്കാലം ഉണ്ടാവില്ല. പക്ഷേ സംസ്ഥാന IT സെല്ലിന്റെ അധികാരപരിധി വെട്ടിച്ചുരുക്കി IT സെൽ കൺവീനർ സ്ഥാനം സാങ്കേതിക ചുമതല മാത്രമാക്കി മാറ്റാനാണ് BJP നീക്കം. BJP IT സെല്ലിനു പകരം
നവമാധ്യമങ്ങളിലെ അഭിപ്രായ രൂപീകരണത്തിനും അഭിപ്രായ പ്രകടനത്തിനും NDA ലേബലിൽ പുതിയ സംവിധാനം വരും. BJP IT സെല്ലിന്റെ ചുമതലകൾ NDA IT സെൽ നിർവഹിക്കും. NDA IT സെല്ലിന് പുതിയ കോർഡിനേറ്റർ പദവി സൃഷ്ടിക്കാനും തീരുമാനിച്ചു. ഒരു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് NDA IT സെല്ലിന്റെ പൂർണ്ണ ചുമതല നൽകും. BJP IT സെൽ കൺവീനർ ഇനി മുതൽ സാങ്കേതിക കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്നാണ് തീരുമാനം. സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ IT സെൽ കൺവീനർ S ജയശങ്കറിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തു. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മോദിയെ മുൻനിർത്തി നടത്താനും സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയേക്കാൾ പ്രാധാന്യം മോദിക്ക് നൽകി മോദിക്ക് വോട്ട് നൽകാൻ ആവശ്യപ്പെട്ടായിരിക്കും പ്രചാരണം. മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നേതാക്കളുടെ നേതൃത്വത്തിൽ നേരിൽ കണ്ട് സംവദിക്കണമെന്നും നിർദ്ദേശം നൽകി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് നമ്മൾ ഈ കാണുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ കാണുന്നത്, കൂറുമാറ്റമൊക്കെ കാണുന്നത്. ഹിമാചൽ പ്രദേശിലും അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത കാണുന്ന ജേക്കബ് AK പറയുന്നു, കൂറുമാറുന്ന MLA-മാരെ സസ്പെൻഡ് ചെയ്യണം, വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ ഇത്തരത്തിൽ കളിയാക്കരുത് എന്നാണ് അദ്ദേഹം അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഫ്ബി തന്നെയാണ് ഏറ്റവും വലിയ പ്രചാരണ ആയുധമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ED വാദം വിലപ്പോകില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാലും ഇടതു വിജയത്തെ ബാധിക്കില്ലെന്നും ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നത് ED വരും പുറകെ, അതുകൊണ്ട് ഐസക്കിന് വോട്ട് ചെയ്യരുതെന്നാണ്. ED പറയണത് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെന്നല്ല, അത് കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കടമെടുത്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് FRBM നിയമം തെറ്റിക്കുന്നതാണ്. 2, ഈ കടമെടുത്തപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. ഇതാണ്, അഴിമതിയൊന്നുമല്ല. ഇവിടെ ഓരോ കിഫ്ബി വർക്കിൻ്റെ മുന്നിലും ബോർഡ് സ്ഥാപിച്ച് ചോദിക്കാൻ പോവുകയാണ്, ഇത് വേണ്ടിയിരുന്നോ? കൊടുത്ത് വേഗത്തിലായിപ്പോയോ? വേണ്ടിയിരുന്നെങ്കിൽ UDF-ന് എന്താ പരിപാടി ഇത് ചെയ്യാൻ? കിഫ്ബി തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചാരണായുധം. പിന്നെ യാതൊരു സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലൊന്ന് പത്തനംതിട്ടയിലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണമായിരുന്നു. ഇന്നലത്തെ പര്യടനത്തിൽ മലയോര ഹൈവേ വഴി പോകുമല്ലോ, എന്താ റോഡ്? തൊഴിൽ വേണം, വാ തരാം. ഇപ്പം തന്നെ 5700 തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു 5000 തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങൊരു സ്റ്റേറ്റ് മുഖം കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇന്ത്യൻ പാർലമെൻറ്റിൽ. രാഹുൽ വരുമോ ഇവിടെ മത്സരിക്കാൻ? ആർക്കറിയാം. അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വടക്കേ ഇന്ത്യയിൽ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം കേരളത്തിൽ വന്ന് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഈ കോൺഗ്രസിൻ്റെ അരകുഴമ്പൻ സമീപനം, വർഗീയതയോട് മൃദുഹിന്ദുത്വ സമീപനം, ഇതൊക്കെ ഒരു കാര്യം കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒരു ബോധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷ സാന്നിധ്യം വേണം. നിലപാട് തുറന്നു പറഞ്ഞു ഡോക്ടർ TM തോമസ് ഐസക്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. രതീഷ് മടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. ആശ പറയുന്നത്, അയ്യോ എത്ര നാളത്തേക്ക് രാഷ്ട്രീയ വാർത്ത കേൾക്കണമോ ആവോ, കേട്ടുമടുത്തു. വയനാട്ടിലെ ആളക്കൊല്ലി ആനയുടെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും വന്നിട്ടില്ല. അത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മൾ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ 6 പേർ കസ്റ്റഡിയിൽ. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. 6 പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒളിവിലുള്ള 12 പേർക്കായി അന്വേഷണം തുടരുകയാണ്. MG പ്രതീഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ, ഒപ്പം ആ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും 24 വാർത്തയാക്കിയത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് മരണത്തിൽ കോളേജിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ കോളേജിൽ നിന്ന് 12 വിദ്യാർത്ഥികളെ പുറത്താക്കിയിരുന്നു. റാഗിംഗ് നിരോധന നിയമപ്രകാരമാണ് ഈ പുറത്താക്കൽ. ഒപ്പം റാഗിംഗ് നിരോധന നിയമപ്രകാരം 12 പേരെ പ്രതി ചേർത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ചിരുന്നത്. കാരണം ക്രൂരമായി സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. പിന്നാലെ ഈ കുടുംബത്തിന്റെ ഓരോ ആരോപണങ്ങളും ശരിവയ്ക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ
കോളേജിൽ വെച്ച സിദ്ധാർത്ഥ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്ന വിവരം ലഭിച്ചിരുന്നു. പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് സാധൂകരിക്കുകയും ചെയ്തു. കാരണം മരണത്തിന് 2 ദിവസം മുമ്പ് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ പരിക്കുകളേറ്റ പാടുകളുണ്ട്. ഈ 18-ാം തീയതിയാണ് സിദ്ധാർത്ഥ മരിക്കുന്നത്. ഈ 16-ാം തീയതി ഉണ്ടായ പരിക്കുകളാണ് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കമ്പിവടി കൊണ്ടും ഒപ്പം പല തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് 12 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരനടക്കം ഈ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്മേഷ. ശരി പ്രതീഷ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീർ മണ്ണാർക്കാട് ചോദിക്കുന്നുണ്ട്, 2 വയസ്സുകാരി നാടോടിക്കുട്ടിയുടെ കേസിലെ DNA റിപ്പോർട്ടുകൾ വന്നു, അന്വേഷണം ഇതുവരെ എത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് മറ്റു വിവരങ്ങളൊന്നും പുറത്തേക്ക് ഇപ്പോൾ നൽകുന്നില്ല. ആ വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മളിനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. അവിടെ മൗണ്ട് സിയോൺ ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ DYFI നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. ജെയ്സൺ ജോസഫിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അക്കാദമിക് കോർഡിനേറ്ററെ ഇന്ന് രാവിലെ പൂട്ടിയിട്ടിരുന്നു. നടപടി എടുത്തതോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതോടെ പ്രശ്നപരിഹാരമായോ? ശ്രീജിത്ത്. തീർച്ചയായും രാവിലെ ആയിരുന്നു യൂത്ത് കോൺഗ്രസ് ജെയ്സൺ ജോസഫിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയൊരു പ്രതിഷേധം നടത്തിയത്. അത് കോളേജ് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി. കോളേജിലെ ചിത്രങ്ങളും അതുപോലെ തന്നെ ടീപ്പോയും ഉപകരണങ്ങളും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജോടിന്റെയും ജനറൽ സെക്രട്ടറി ആരോണിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് ഈ സമയം വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആറന്മുള CI മനോജ് സ്ഥലത്തെത്തി ഈ സമരക്കാരുമായി ചർച്ച നടത്തുകയായിരുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അറസ്റ്റിന് ഇവർ വഴങ്ങിയിരുന്നില്ല. അതിനുശേഷമാണ് അക്കാദമിക് കോർഡിനേറ്റർ അടക്കമുള്ള ആളുകൾ മാനേജ്മെന്റിലെ ഉന്നതരുമായി സംസാരിച്ചത്. ജെയ്സൺ ജോസഫിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി അടക്കം തള്ളിയ സാഹചര്യത്തിൽ അടിയന്തരമായി കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സമാനമായ രീതിയിൽ ഇനി കേസുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കാൻ അവകാശം ഉണ്ടാകില്ല എന്ന തരത്തിൽ ഉത്തരവുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അവകാശവാദം. എന്തായാലും ഇതിപ്പോൾ അംഗീകരിച്ചുകൊണ്ടാണ് ജെയ്സൺ ജോസഫിനെ DYFIയുടെ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയാണ്, CPMന്റെ പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗമാണ് ജെയ്സൺ ജോസഫ്. എന്തായാലും പുറത്താക്കിയിട്ടുണ്ട് കോളേജിൽ നിന്ന് എന്ന് മാനേജ്മെന്റ് തന്നെ അറിയിക്കുന്നു. ഒരു അക്കാദമിക് കോർഡിനേറ്ററുടെയും അവിടുത്തെ അധികൃതരുടെയും പ്രതികരണമടക്കം നമുക്ക് ഓൺ ബൈറ്റായി തന്നെ ലഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിയമ പോരാട്ടം കനക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ജാമ്യം ഹർജി തള്ളിയിട്ട് പോലും ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ജെയ്സൺ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ വാദം. ഇനി ജെയ്സനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പുറത്തേക്ക് സമരം വ്യാപിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ ഈ പരാതി പൂർണ്ണമായി വ്യാജമാണ്. ജെയ്സന്റെ മുൻ കേസുകൾ കണക്കിലെടുത്ത് മാത്രമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി അടക്കം ജാമ്യ ഹർജി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് പൂർണ്ണമായി രാഷ്ട്രീയപരമായ കേസുകളാണ്. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് ജെയ്സൺ ജോസഫിന്റെയും അതുപോലെ തന്നെ DYFI. ശരി ശ്രീജിത്ത്, ഏതായാലും ഇപ്പോൾ അവരുടെ സമരം അതിനുശേഷം പിന്നാലെ നടപടി വരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ബേബി ഫിലിപ്പ് പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ നൽകിയ പൂക്കോട് വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൽ 24 സജീവമായി തുടർന്നും ഇടപെടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇടപെട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്, അതിന് പിന്നാലെ തന്നെ നമ്മൾ ഉണ്ടാകും. വസന്തകുമാരി പറയുന്നുണ്ട്, ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാം, കേൾക്കാം, വോട്ട് ചെയ്യാം, നോ കമന്റ്സ് എന്നാണ് വസന്തകുമാരി പറയുന്നത്. രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെ അടുത്തതും കടക്കേണ്ടി വരുന്നു. രാജിവെക്കില്ല എന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു ഇപ്പോൾ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് സർക്കാർ 5 വർഷവും തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും പോരാട്ടം തുടരുമെന്നും സുഖ്വിന്ദർ സിംഗ് സുഖു പ്രതികരിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുമ്പോൾ അവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കണം ഇനി ആർക്കെ? അദ്ദേഹം പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു, രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്ന വിവരം. പക്ഷെ ആ വിവരങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ തള്ളിക്കൊണ്ടാണ് സുഖു നിലപാട് വ്യക്തമാക്കുന്നത്. താൻ രാജിവെക്കാനായിട്ട് പോകുന്നില്ല, സർക്കാർ 5 വർഷം തുടരുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPക്ക് വലിയ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. BJPയുടെ നിരവധി MLA-മാർ അടക്കമുള്ളവർ തങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ രാജിയെ കുറിച്ചിട്ട് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചർച്ച അത് അനുചിതമാണ് എന്ന് അദ്ദേഹം
അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ സർക്കാർ ഭൂരിപക്ഷം ഉള്ള സാഹചര്യമാണ് ഉള്ളത്. ഭൂരിപക്ഷം സഭയിൽ ആവശ്യമാണെങ്കിൽ അത് തെളിയിക്കുകയും ചെയ്യും. ഏതെങ്കിലും വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളൊന്നും തങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം സുഖവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ വിക്രമാദിത്യ സിംഗിന്റെ സമ്മർദ്ദം അങ്ങനെ പെട്ടെന്ന് അനുവദിച്ച് നൽകേണ്ട എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുന്നതിന്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ അവർ സുഖുവിനോട് ആവശ്യപ്പെട്ടത് എന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ BJP ശക്തമായിട്ടുള്ള ഒരു നിലപാട് തൊട്ട് പിന്നാലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. BJP പറയുന്നത് സുഖുവിന് തുടരാനായിട്ടുള്ള അവകാശമില്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ തുടരാനായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് ജയറാം താക്കൂർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, RK രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശിൽ താൻ രാജിവെക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ തള്ളുകയാണ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ്. സുഖു രാജീവേ പറയുന്നുണ്ട് എല്ലാം ഇന്നലത്തെ ന്യൂസ് ആണല്ലോ എന്ന്. അല്ലല്ലോ രാജീവ്, ഇന്നലത്തെ ന്യൂസല്ല, ഇന്നലത്തെ ന്യൂസ് ഇന്നലെ കഴിഞ്ഞു. ഇന്നത്തെ വാർത്തകളാണ്. ഹിമാചൽ പ്രദേശിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ RK അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത്. അതുണ്ടായത് ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ബാക്കി ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ വാർത്തയാക്കിയതും. അത് ഇന്നലത്തെ വാർത്തയല്ല. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം തുടരും. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഇത് കൂടുതൽ സങ്കീർണതകൾക്ക് ഇടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും കാരണമാകും. ഇത് വിചാരണാ നടപടികളെ ബാധിക്കുമെന്നതിനാൽ 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്നില്ല. ദിലീപിനെതിരായ ആക്ഷേപത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരസിച്ച ഹൈക്കോടതി ഉത്തരവ് കേസിന്റെ വിചാരണയെ ബാധിക്കരുതെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. നേരത്തെ ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ ആവശ്യമുന്നയിച്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം അനുവദിച്ചില്ല. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നമ്മളടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ആലുവയ്ക്ക് സമീപം നിർത്തിയിട്ടു. ഇന്ന് രാവിലെ 9 മണിയോടെ ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ട്രെയിൻ നിർത്തിയത്. പുകവലിച്ച യാത്രക്കാരനെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് RPF അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് യാത്രക്കാരന്റെ പുകവലി കാരണം ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിടേണ്ടി വന്നത്. യാത്രക്കാരൻ ട്രെയിനിനുള്ളിൽ പുകവലിച്ചതോടെ ട്രെയിനിലെ സ്മോക്ക് അലാറം ശബ്ദിച്ചു. ഇതോടെ മുന്നറിയിപ്പ് ലഭിച്ച ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി. C5 കോച്ചിലെ യാത്രക്കാരനാണ് പുകവലിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ട്രെയിനിനുള്ളിലെ CCTV ക്യാമറ പരിശോധിച്ച് പുകവലിച്ച യാത്രക്കാരനെ കണ്ടെത്താൻ RPF ശ്രമം തുടങ്ങി. 23 മിനിറ്റാണ് പുകവലി കാരണം ട്രെയിൻ നിർത്തിയിടേണ്ടി വന്നത്. റെയിൽവേക്കുണ്ടായ നഷ്ടം യാത്രക്കാരനിൽ നിന്ന് ഈടാക്കുമെന്നും റെയിൽവേ അറിയിച്ചു. S ശ്യാംകുമാർ, 24, കൊച്ചി. ട്രെയിനുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റൊരു വാർത്ത കൂടി വരികയുണ്ടായി. അത് കോഴിക്കോട് എലത്തൂരിൽ നിന്നാണ്. അവിടെ ചരക്ക് ട്രെയിനിന് തീപിടിച്ചു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഡിപ്പോയിലേക്ക് ഇന്ധനവുമായി വന്ന ട്രെയിനിന്റെ ബോഗിയിലാണ് തീപിടിച്ചത്. അരമണിക്കൂറിനുള്ളിൽ തീ അണച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം. വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണതാണ് തീ പടരാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അപകടം ഡിപ്പോയിലെ ജീവനക്കാർ ഫയർഫോഴ്സിനെ അറിയിച്ചില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. എലത്തൂർ ട്രെയിൻ തീവെപ്പ് നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇന്നലെയും തീപിടുത്തം ഉണ്ടായത്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. സമ്മിശ്ര പ്രതികരണവുമായി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 750 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 22,000-ന് താഴെയെത്തി. മീഡിയ, റിയൽറ്റി സൂചികകളിൽ 2% നഷ്ടം.
റിലയൻസ് ഡിസ്നി ലയന സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് നിത അംബാനി റിലയൻസ് വയാകോം 8ന്റെ ചെയർപേഴ്സണാകും. ഡിസ്നി ഇന്ത്യയുടെ 61% ഓഹരികളും റിലയൻസ് വാങ്ങും. ഔദ്യോഗിക ലയന പ്രഖ്യാപനം ഉടൻ. ടെലികോം കമ്പനികൾക്ക് ആശ്വാസം. പ്രീപെയ്ഡ് വിതരണക്കാർക്ക് അനുവദിച്ചിട്ടുള്ള കിഴിവുകളിൽ നികുതി ചുമത്താനുള്ള ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. ആദായ നികുതി വകുപ്പിന്റെ അപ്പീലുകൾ തള്ളി. ഉത്തരവ് ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളുടെ ഹർജിയിൽ. ഹിൻഡൻബർഗ് പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായി വിദേശ ബോണ്ട് മാർക്കറ്റ് ചെയ്ത് അദാനി ഗ്രൂപ്പ്. ഡോളർ ബോണ്ടുകൾ വഴി $409 മില്യൺ സമാഹരിക്കും. സിംഗപ്പൂരിൽ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തി. തൊഴിൽ വെട്ടിച്ചുരുക്കൽ നടപടികളിലേക്ക് കടന്ന സോണി. പ്ലേസ്റ്റേഷൻ യൂണിറ്റിലെ 900 ജീവനക്കാരെ പിരിച്ചുവിടും. നടപടി ചെലവ് ചുരുക്കലിന്റെ ഭാഗമെന്ന് വിശദീകരണം. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ആഗോള ദുർബല സൂചനകളുടെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രകടമാണ്. IT ഒഴികെ മറ്റെല്ലാ സൂചികകളിലും ഈ ഒരു നഷ്ടം നമുക്കിന്ന് കാണാൻ സാധിക്കും. ഓട്ടോ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ എന്നിവയിൽ 1% വീതം ഇടിവുണ്ടായപ്പോൾ മീഡിയ, റിയൽറ്റി സൂചികകൾ ഏകദേശം 2% ഇടിഞ്ഞത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതവും കുറഞ്ഞു. കൂടാതെ തന്നെ 45,000 രൂപ സമാഹരിക്കാനൊക്കെ ഒരുങ്ങിയ വോഡാഫോൺ ഐഡിയ എന്ന വാർത്തകൾക്ക് പിന്നാലെ VAയുടെ ഓഹരി ഏകദേശം ഒരു 13% ഒക്കെ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു നെഗറ്റീവ് മോഡലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50യിൽ 191 പോയിന്റ് ഇടിവിൽ 22,007 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അല്പം മണിക്കൂറുകൾക്ക് മുന്നേ 22,000 താഴെയൊക്കെ തന്നെയിരുന്നു. ഏറ്റവും ലോവസ്റ്റ് പോയിന്റായി 21,938 പോയിന്റ് വരെ ഇന്ന് നിഫ്റ്റി ഇടിഞ്ഞിരുന്നു. നിഫ്റ്റി ബാങ്കുകളിലും ഈ ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടമാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ ഒരു ഓഹരി വിൽപ്പനയുടെ ഒരു സമ്മർദ്ദം പ്രകടമാണ്. 399 പോയിന്റ് ഇടിവിൽ 46,188 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വന്നാലും ഈ ഒരു സമ്മർദ്ദം നമുക്ക് വളരെ പ്രകടമാണ്. 109 പോയിന്റ് ഇടിവിൽ 20,443 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സെക്ടറിലും നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഏകദേശം വലിയൊരു ഇടിവ് തന്നെയുണ്ട്. 611 പോയിന്റ് ഇടിവിൽ 72,483 പോയിന്റിലാണ് സെൻസെക്സിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ US ഇന്ത്യ ഒക്കെ തന്നെ Q3 GDP ഡേറ്റകളൊക്കെ തന്നെ പുറത്തു വരാനിരിക്കുന്നു. അതിന് മുന്നോടിയായുള്ള ഒരു വിൽപ്പന സമ്മർദ്ദമാണോ വിപണിയിൽ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് നിലവിലൊരു നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. എന്തായിരിക്കാം ഈ നെഗറ്റീവ് നോട്ടിലേക്ക് കാരണം? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു GDP ഡേറ്റകളൊക്കെ വരാനിരിക്കുകയാണ്. നാളെ അതിനോട് മുന്നോടിയായുള്ള ഒരു വിൽപ്പന സമ്മർദ്ദമാണോ വിപണിയിൽ ഈ ഒരു നെഗറ്റീവ് നോട്ടിന് കാരണം? ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് തോന്നുന്നത് ഇതൊരു ഗ്ലോബൽ ന്യൂസോ അല്ലെ ഗ്ലോബൽ GDPയോ ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ സാധാരണ രീതിയിൽ ഈ F&O എക്സ്പയറി ഈ ഫെബ്രുവരി മന്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തുടങ്ങിയിട്ട് നാളെയാണ് ഇതിൻ്റെ F&O എക്സ്പയറി സീരീസ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മന്ത്ലി കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഒരുമാതിരി എല്ലാ മേജർ ഷെയറുകളും F&O സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. ഇൻഡെക്സിലും ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ അത്തരം പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തൊരു എക്സ്പയറിക്ക് മുമ്പായിട്ട് ആ പൊസിഷൻസ് ലിക്വിഡേറ്റ് ചെയ്ത് ഒന്ന് ലൈറ്റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും നാളെയുമാണ് ഇതിനൊരു പ്രഷർ, ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ഇതിൽ കൂടെ വരാവുന്നത്. അല്ലാതെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ട്രെൻഡ് മാറിയോ അല്ലെങ്കിൽ ഗ്ലോബൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി സീരീസിൽ 2 തവണ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ലെവൽസ് ഹിറ്റ് ചെയ്തു. 22,300. ഇന്ന് രാവിലെ പോലും 22,200 ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. ശരിയാണ്, ഇപ്പോൾ 200 പോയിന്റ് താഴേക്ക് വന്നെങ്കിലും ഇൻഡെക്സ് ലെവൽസ് നോക്കുമ്പോൾ ഈ സീരീസ് തുടങ്ങിയ ലെവലിൽ നിന്ന് ഇപ്പോഴും 300-400 പോയിന്റ് മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്ത ആളുകൾ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവരുടെ എക്സസ് ലിവറേജ് പൊസിഷൻസ് എല്ലാം മാർക്കറ്റിൽ ഓഫ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി 50 ഷെയർസ് ഉള്ള നിഫ്റ്റി ഇൻഡെക്സ് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റി മീറ്റിംഗ് NSEയിലുണ്ട്. അപ്പോൾ 1-2 ഷെയറുകൾ നിഫ്റ്റിയിൽ നിന്ന് പുറത്തു പോകും, പകരം 1-2 ഷെയറുകൾ നിഫ്റ്റിയിലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് ഒക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷനെ മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനും ഒരു ഇംപ്ലിക്കേഷൻസ് നാളെ ഉണ്ടാകും. നിഫ്റ്റിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഷെയറുകൾ നാളെ ചിലപ്പോൾ കുറച്ച് കയറാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നിഫ്റ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഷെയറുകൾ കുറച്ച് താഴേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്.
ഇങ്ങനെ ഇത് കൂടാതെ GDP ഡേറ്റ അടക്കമുള്ള ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഗ്ലോബലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് അങ്ങനെ ഇന്ത്യയിലെ പോലെ ഒരു വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഫ്ലാറ്റ് ആയിട്ട് ഒരു US മാർക്കറ്റ് ഒഴിച്ച് മറ്റ് മാർക്കറ്റുകളൊക്കെ സ്ലൈറ്റ് നെഗറ്റീവിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റാണ് കുറച്ചൊരു പോസിറ്റീവായിട്ട് നിന്നിരുന്നത്. അത് ഇന്നിപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നന്ദി. ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും സമീപകാലത്ത് വിപണി ഒരു റേഞ്ച് ബൗണ്ട് സോണിലായിരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ തന്നെയാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കൂടുതൽ വിപണി വാർത്തകളായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ 4:45 കാണാം. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ. ഉന്മേഷ് ശിവരാമൻ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് തിരികെ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിൻ തട്ടി അമ്മയും കുഞ്ഞും മരിച്ചു. വർക്കല ഐന്തി ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. വർക്കലയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ മെമു ട്രെയിൻ തട്ടിയാണ് അപകടം. മരിച്ചവരെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. MG പ്രതീഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. പ്രതീഷ്, എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നുച്ചയ്ക്ക് 12:30 കൂടിയാണ് വർക്കലയിൽ അപകടമുണ്ടാകുന്നത്. വർക്കല അയന്തി ഭാഗത്താണ് റെയിൽവേ ട്രാക്കിൽ അമ്മയെയും കുഞ്ഞിനെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. ഈ ട്രെയിൻ തട്ടി മരിച്ച അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടെ പുസ്തകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ മിഥുൻ എന്നതാണ് കുട്ടിയുടെ പേര് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടി എന്ന നിഗമനമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട വർക്കല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ മെമു ട്രെയിൻ തട്ടിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നാമിനെ പറയുന്നുണ്ട് ഉന്മേഷ് ബ്രോ, ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കമൻസ് ഇട്ടാൽ മതിയല്ലോ എന്ന്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ടത് ചൂടുള്ള വാർത്തകളാണെന്നുകൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. കമന്റുകൾ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞതെന്ന് ആമിന ഓർക്കുമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നേരത്തെ ആശയം എന്ന പ്രേക്ഷകർ ചോദിച്ചതേ ഉള്ളൂ, മറ്റു വാർത്തകളൊന്നുമില്ല. വയനാട്ടിൽ നിന്നുള്ള വാർത്തകളില്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മൾ വയനാട്ടിൽ നിന്നൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിലെത്തിച്ചത്. കടുവയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇരപിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ചികിത്സ നൽകി സംരക്ഷിക്കാനുള്ള തീരുമാനം. തൃശൂരിലേക്ക് മാറ്റുന്ന മൂന്നാമത്തെ കടുവയാണ് WWL 127. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിലെ മൃഗശാലയിൽ എത്തിച്ചത്. കടുവയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇതിന് ഇവിടെ വൈദ്യസഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വാറന്റൈൻ പീരീഡിൽ ഇവിടെ സൂക്ഷിക്കാനും പിന്നീട് ഫോറസ്റ്റിന്റെ നിർദ്ദേശാനുസരണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല. എങ്കിലും അതിന്റെ ബാക്കി അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മറ്റു വല്ല രോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2 ദിവസം മുമ്പ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. കടുവയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം. 24 തൃശൂർ. അപ്പോൾ വയനാട്ടിൽ നിന്ന് പിടികൂടിയ കടുവയാണനെ തൃശ്ശൂരിൽ ഇപ്പോൾ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. മൂന്നാറിലെ കാട്ടാന ആക്രമണം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മുന്നണികൾ. പടയപ്പ് ഉൾപ്പെടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ തുരത്തണം എന്നാവശ്യപ്പെട്ടുള്ള ഡീൻ കുര്യാക്കോസ് MPയുടെ നിരാഹാര സമരം 2ാം ദിവസം തുടരുകയാണ്. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിമർശിച്ചു. ഇതിനിടെ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി. സർവകക്ഷി യോഗ തീരുമാനം അംഗീകരിച്ചതിന് ശേഷം ഡീൻ കുര്യാക്കോസ് നടത്തുന്ന സമരം ഇരട്ടത്താപ്പെന്നാണ് CPIM പറയുന്നത്. അരിക്കൊമ്പൻ വിഷയം വന്നപ്പോൾ പടയപ്പ പ്രശ്നക്കാരനല്ലെന്ന് പറഞ്ഞയാളാണ് ഡീൻ കുര്യാക്കോസ് എന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തനിക്കൂടെ ഒരു സ്ഥാനം നേടുന്നതിന് വേണ്ടിയുള്ള സങ്കുചിതമായ രാഷ്ട്രീയ സമരമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുവെന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ട. CV വർഗീസ് വായ പോയ കോടാലിയാണെന്നും തന്റെ മൗലിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് സമരമെന്നും ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. CV വർഗീസ് വായ പോയ കോടാലിയാണ്.
ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇവരുടെ ഗവൺമെൻറ് അല്ലേ ഭരിക്കുന്നത്. ആ ഉത്തരവാദിത്തം പാലിക്കാനുള്ള ആ ഒരു ബാധ്യത എന്തേ CV വർഗീസ് പാലിക്കാത്തത്? വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ മൂന്നാറിൽ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ച കന്നിമലയിൽ ഇന്നലെയും ഇന്നും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. 24 ഇടുക്കി. അപ്പോൾ അത് ഇടുക്കിയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിക്കുന്ന സജീവമായ ഒരു ചർച്ചാ വിഷയമായി ഇപ്പോഴും തുടരുകയാണ്. നമ്മളിനി അസമിലേക്ക് പോകുന്നു. അസമിൽ കോൺഗ്രസിന് തിരിച്ചടി എന്ന വാർത്ത വരുന്നു. മുതിർന്ന നേതാവ് റാണ ഗോസ്വാമി രാജിവെച്ചു. ഉടൻ BJPയിൽ ചേരും എന്നാണ് റിപ്പോർട്ടുകൾ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്നലെ തന്നെ അസമിൽ നടക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ സംബന്ധിച്ച് സൂചനകളൊക്കെ വന്നതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അച്യുതൻ? ഉന്മേഷി, അടുത്ത കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഹൃദയഭൂമികളിൽ നിന്ന് വലിയ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത്. ഒപ്പം അതിനുശേഷമാണ് ഇപ്പോൾ വടക്കിഴക്കൻ മണ്ണിലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ അസമിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും ശക്തനായ നേതാവ് കൂടിയായിട്ടുള്ള റാണ ഗോസ്വാമിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ആ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി ആ രാജിക്കത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം BJPയിലേക്ക് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു. നിലവിൽ അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോട് ഈ വിഷയം ഉയർത്തി ചോദിച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ BJPയുമായി ചേരുമെന്നുള്ള ഒരു തരത്തിലുള്ള വിവരം നൽകിയിട്ടില്ല. എന്തായാലും അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവാണ്. അദ്ദേഹം BJPയിലേക്ക് വരികയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുമെന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. എന്തായാലും അസമിലും ഈ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ്. നേരത്തെ മറ്റു സംസ്ഥാനങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നു. ഇനി ഈ സമീപകാലത്ത് കർണാടകയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് BJPയിലേക്ക് എത്തിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കൊഴിഞ്ഞുപോക്ക് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടികളായിരിക്കും ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുക. എന്തായാലും ഹിമാചലിലും പല രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ അസാമിലും കോൺഗ്രസിന് ഈ ഒരു വീഴ്ച പറ്റിയിരിക്കുന്നത്. അച്യുതൻ അവിടെ തന്നെ തുടരുക. അച്യുതനിലേക്ക് ഇപ്പോൾ തന്നെ എത്താം. അടുത്ത വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അച്യുതനിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. വെബ്ജിയോർ എന്ന അക്കൗണ്ടിൽ നിന്നൊരു കമന്റ് വരുന്നുണ്ട്. അസമിലെ കോൺഗ്രസിലെ ഉന്നത നേതാവ് റാണ ഗോസ്വാമി BJPയിൽ എത്തി. ഇനി ആരൊക്കെയാണ് BJPയിലേക്ക് പോകാനിരിക്കുന്നത് എന്നേ ആലോചിക്കേണ്ടതുള്ളൂ എന്നുള്ള തരത്തിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ സംവികാസങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് വെബ്ജിയോർ എന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം അറിയിച്ചതായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി ഇന്ന് നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നും KV തോമസ് 24-നോട് പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങൾ അത് വേണമെങ്കിൽ ഒരു ചർച്ചയ്ക്ക് കൂടി തയ്യാറാണ് അവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 8 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ UGC ഗ്രാൻഡ് ഉൾപ്പെടെ അത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മുഖ്യമന്ത്രി ധരിപ്പിക്കും. അച്യുതൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, അങ്ങനെയെങ്കിൽ ഏത് തരത്തിൽ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാം? ഒരു പരിഹാരം ഉണ്ടാകുമോ? കേരളം ആവശ്യപ്പെടുന്ന തരത്തിൽ ഒരു വിഹിതം അത് ലഭ്യമാകാൻ സാധ്യതയുണ്ടോ അച്യുതൻ? ഉന്മേഷ്, ഇതിൽ പ്രതീക്ഷ നൽകുന്ന മറുപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്നാണ് KV തോമസ് 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ന് PMO ഓഫീസിനെ സമീപിച്ചത്. അതിൽ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾ നൽകിയ മറുപടി അത് പ്രതീക്ഷയുള്ളതാണ്. അതിൽ പ്രധാനമായും എയിംസ് സംബന്ധമായ വിഷയങ്ങൾ, കേരളയിലുമായി ബന്ധപ്പെട്ടത്, ഒടുവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. എന്തായാലും കഴിഞ്ഞ ചർച്ചകൾ പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ഒരു ചർച്ചകളിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്. കാരണം ഈ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഗുണകരമെന്നായിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളുടെ സാധ്യതകൾ വീണ്ടും ഈ ഒരു സാഹചര്യത്തിൽ തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി നേരിൽ കണ്ട് തന്നെ ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തിന്റെ താല്പര്യം കേന്ദ്രത്തിനെ അറിയിക്കുന്നതും തുടർന്ന് ഒരു കൂടിക്കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നത്. എന്തായാലും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വിശദാംശങ്ങളും വീണ്ടും ധനകാര്യ മന്ത്രാലയത്തെ അറിയിച്ചുകൊണ്ട് ഒരു മന്ത്രിതല ചർച്ച തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക.
മറ്റ് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ കോഴിക്കോട് എയിംസ് കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം അത് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രത്തിനും ചില പ്രപ്പോസലുകളുണ്ട്. ആ പ്രപ്പോസലുകളും കേന്ദ്രം അറിയിക്കും. കേരളയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിൽ നിലവിൽ കേരളം നൽകിയിരിക്കുന്ന DPR അതിലൊരു മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തീരുമാനമെടുക്കാൻ ഉപദേഷ്ടാക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിലും ഉടനടി ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രതീക്ഷകൾ നൽകുന്ന തരത്തിലേക്ക് ഒരു തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുകൂടി സംസ്ഥാന സർക്കാർ കരുതുന്നുണ്ട്. എന്തായാലും ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കേരളം സുപ്രീം കോടതിയിൽ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഈ പെൻഷൻ നൽകുന്നതിലടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഇരു കൂട്ടർക്കും, കേന്ദ്രത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും ഗുണകരമായി മാറുക. ഉന്മേഷ്. ശരി, അങ്ങനെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആർ അച്യുതനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുറത്ത് നല്ല ചൂടാണ്. സംസ്ഥാനത്ത് ഇന്നും താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. ഇത് സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഇന്നത്തെ താപനില മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ഉന്മേഷ, സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. അടുത്ത ദിവസങ്ങളിലും അത് അങ്ങനെ തന്നെ തുടരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 3-4 ജില്ലകളിൽ നൽകിയിരുന്ന ഉയർന്ന താപനില മുന്നറിയിപ്പ് അത് 12 ജില്ലകളിൽ നൽകിയിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 3 ദിവസം സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. സാധാരണ ഈ ജില്ലകളിൽ ലഭിക്കുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിന് വർധന ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അതുപോലെ തന്നെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണം. ശരി അലക്സ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഓർക്കുക, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പുള്ളത്. അവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിൽ, എറണാകുളത്ത്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകളുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കുക, ഈ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. അടുത്ത ഒരു റിപ്പോർട്ടിലേക്കാണ്. മാസപ്പടി വിവാദത്തിൽ ആരോപണങ്ങൾ തുടർന്ന് മാത്യു കുഴൽനാടൻ MLA CMRലേക്ക് ഇലിമിനേറ്റ് ലോഡുകൾ വന്നതിന്റെ ഇ-വേ ബില്ലുകൾ പുറത്തുവിട്ടു. CMRനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മന്ത്രിമാരായ P. രാജീവ്, MP. രാജേഷ് എന്നിവർക്ക് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയ മാത്യു കുഴൽനാടൻ പരസ്യ സംവാദത്തിന് വീണ്ടും മന്ത്രിമാരെ വെല്ലുവിളിച്ചു. CMRന്റെ ഉപകമ്പനിയായ KREMLനു വേണ്ടി ഭൂപതിവ് ചട്ടം ഭേദഗതി വരുത്താൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഒടുവിലത്തെ ആരോപണം. പിന്നാലെ മന്ത്രി P. രാജീവിനെയും MP. രാജേഷിനെയും പരസ്യ സംവാദത്തിനും വിളിച്ചു. എന്നാൽ ആദ്യം ചോദിച്ച 5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ട് സംവാദമാകാമെന്നായിരുന്നു P. രാജീവിന്റെ നിലപാട്. ആ ചോദ്യങ്ങൾക്കാണ് മാത്യു കുഴൽനാടന്റെ മറുപടി. CMRലിന് ആദ്യം കരാർ നൽകിയ UDF സർക്കാരിനെ കുറിച്ച് മാത്യു മിണ്ടുന്നില്ലെന്നായിരുന്നു P. രാജീവിന്റെ ഒന്നാമത്തെ ചോദ്യം. മാത്യുവിന്റെ മറുപടി ഇങ്ങനെ: UDF സർക്കാരിന്റെ കാലത്ത് ലീസ് നൽകിയെന്ന് മാത്രമല്ല, ലീസ് നൽകിയത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ നടപടി തെറ്റാണ് എന്ന് കണ്ട് അത് മരവിപ്പിക്കുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. 2016 ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നമ്മുടെ സർക്കാരിന് അവകാശവും അധികാരവും സുപ്രീം കോടതി നൽകിയപ്പോൾ അത് വിനിയോഗിച്ചില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ വ്യവസായ നയത്തിൽ ആ ലീസ് നൽകുന്നതിന് വേണ്ട ഇടപെടൽ നൽകി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ലഭിക്കുന്ന മണലിൽ നിന്നും പ്രോസസ് ചെയ്യുന്ന ഇൽമനൈറ്റ് IRE പുറത്തു കൊടുക്കുന്നെന്ന വാദം തെറ്റല്ലേ എന്ന മന്ത്രിയുടെ ചോദ്യത്തിന് ഇ-വേ ബിൽ പുറത്തുവിട്ടായിരുന്നു മാത്യുവിന്റെ മറുപടി. ചവറ IREയിൽ നിന്നും CMRലേക്ക് ലോഡ് കണക്കിന് ഇൽമനേറ്റ് വന്നതിന് ബില്ലുകളുണ്ടെന്നും വ്യവസ്ഥ ലംഘിച്ച് ഇൽമിനേറ്റ് കടത്തിയത് അന്വേഷിക്കാൻ വ്യവസായ മന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ. കഴിഞ്ഞ വർഷങ്ങളിൽ 100 കണക്കിന് ലോഡുകൾ ഇൽമിനേറ്റ് ചവറയിൽ നിന്നും CMRലേക്ക് വന്നതിൻ്റെ ബില്ലുകളാണ് സാർ ഈ കാണുന്നത്.
ചവറയിൽ IRE അല്ലാതെ മറ്റാരെങ്കിലും ഇൽമിനേറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടോ? ആർജവമുണ്ടോ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഈ MOU ലംഘിച്ച് ഇൽമിനേറ്റ് നടത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ? മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ജനങ്ങൾ കാണുന്നതിൽ എന്തു പ്രശ്നമാണെന്നും മാത്യു കുഴൽനാടൻ P. രാജീവനെ വിമർശിച്ചു. ഇനിയും സംവാദത്തിന് തയ്യാറാണെന്നും ആർജവം കാണിക്കേണ്ടത് മന്ത്രിമാരാണെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയിലേക്ക്. രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽ മോചിതനായ ശാന്തൻ മരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകും. കരൾ രോഗബാധയെ തുടർന്ന് ജനുവരി 27-നാണ് ശാന്തനെ ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ജയിൽ മോചിതനായ ശേഷം തിരുച്ചിറപ്പള്ളിയിലെ പ്രത്യേക ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ശാന്തനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. മാതാവിനെ കാണാൻ ശ്രീലങ്കയിലേക്ക് പോകാനുള്ള അപേക്ഷ നേരത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് എക്സിറ്റ് പാസും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എക്സിറ്റ് പാസ് തിരുച്ചിറപ്പള്ളിയിലെ കലക്ടർക്ക് ലഭിച്ചത്. എന്നാൽ അപ്പോഴേക്കും ശാന്തനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശ്രീലങ്കയിലേക്ക് മടങ്ങാനിരിക്കെയാണ് അന്ത്യം. കേസിൽ ജയിൽ മോചിതരായ പേരറിവാളൻ, നളിനി എന്നിവർ ശാന്തന്റെ മൃതദേഹം കാണാനായി ചെന്നൈയിലെ ആശുപത്രിയിലെത്തി. 24 ചെന്നൈ. അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളും EDയുടെ അറസ്റ്റിലെ ക്രമവിരുദ്ധ നടപടികളും ചൂണ്ടിക്കാണിച്ചായിരുന്നു സെന്തിൽ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കുമെന്ന വാദം ED മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം നൽകിയ ജാമ്യാപേക്ഷയും തള്ളിയത് സെന്തിലിന് വലിയ തിരിച്ചടിയായി. കഴിഞ്ഞ 8 മാസമായി സെന്തിൽ ബാലാജി ജയിലിൽ തുടരുകയാണ്. നമ്മളിനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകത്തിലെ പ്രതി അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 6 ദിവസത്തെ കസ്റ്റഡിയാണ് കൊയിലാണ്ടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊയിലാണ്ടിയിലെ CPIM സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ ഉത്സവപ്പറമ്പിൽ വെച്ച് അഭിലാഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. ഇതിൽ വ്യക്തത വരുത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന പോലീസിന്റെ ആവശ്യം കൊയിലാണ്ടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. കൃത്യം നടത്താൻ ക്ഷേത്ര പരിസരം തിരഞ്ഞെടുത്തതിന്റെ കാരണവും അന്വേഷണ പരിധിയിലുണ്ട്. പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി നേരത്തെ കണ്ടെത്തിയിരുന്നു. മറ്റാരെങ്കിലും കൊലപാതകത്തിന് സഹായിച്ചു എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് റൂറൽ SP നേതൃത്വത്തിലുള്ള 14-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 കോഴിക്കോട്. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ വധശിക്ഷയ്ക്കെതിരായ പ്രതികളുടെ അപ്പീലിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. 1 മുതൽ 4 വരെയുള്ള പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി മാർച്ച് 13 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. 1 മുതൽ 4 വരെയുള്ള പ്രതികളായ നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. നമ്മൾ ഒരു ക്രൈം വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. പള്ളുരുത്തി ലാൽജു കൊലക്കേസിൽ 2 പേർ പിടിയിലായി. പള്ളുരുത്തി സ്വദേശി ഫാസിദ്, അച്ചു എന്നിവരാണ് പിടിയിലായത്. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് FIR-ൽ പറയുന്നത്. കേസിൽ 5 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. 2021 കുമ്പളങ്ങിയിലുണ്ടായ ലാസർ കൊലക്കേസിലെ പ്രതിയായ ലാൽജുവുമായി ഫാസിദിനും സംഘത്തിനും മുൻവൈരാഗ്യമുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന വ്യാജേനയാണ് ഇന്നലെ ലാൽജുവിനെ കച്ചേരിപ്പടിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് FIR. ലാൽജുവിനെയും സുഹൃത്ത് ജോജിയെയും പ്രതികൾ കുത്തിവീഴ്ത്തി. ലാൽജു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതര പരിക്കേറ്റ ജോജി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രധാന പ്രതി ഫാസിദിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് 2ാം പ്രതി ചോറച്ചുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇനിയും 5 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായി അന്വേഷണം അയൽ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലാൽജുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 കൊച്ചി. ഇതിനിടയിൽ ഇപ്പോൾ അനിൽ PK അദ്ദേഹം വന്ന് പറയുന്നുണ്ട്, കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിക്കണം, പഠിക്കാൻ പോകുന്നവർക്ക് എന്തിന് യൂണിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ഘട്ടത്തിൽ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊന്ന് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. നേരത്തെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ സമയത്ത് അത്തരത്തിൽ ചർച്ചകളൊക്കെ വന്നതാണ്. ഏതായാലും അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. കോളേജിൽ രാഷ്ട്രീയം വേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. DMKക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന DMKയെ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് നരേന്ദ്രമോദി തിരുനെൽവേലിയിൽ പറഞ്ഞു. രാവിലെ തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു.
തമിഴ്നാട് സന്ദർശനത്തിനിടെയാണ് DMK-ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് DMK-യുടെ ശ്രമമെന്നാണ് പ്രധാന വിമർശനം. DMK-യുടെ കുടുംബാധിപത്യം തുടരാനും കൊള്ള നടത്താനുമാണ് കേന്ദ്രം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ തമിഴ്നാട് സർക്കാർ എതിർക്കുന്നത്. തൂത്തുക്കുടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ISR ലോഞ്ച് പാഡിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനും DMK ശ്രമിച്ചു. വിദ്വേഷ രാഷ്ട്രീയമാണ് DMK മുന്നോട്ട് വയ്ക്കുന്നതെന്നും അത് അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാവിലെ തൂത്തുക്കുടിയിൽ നടത്തിയ പരിപാടിയിൽ തുറമുഖത്തെ ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനൽ, രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കപ്പൽ, രാജ്യത്തെ 75 ലൈറ്റ് ഹൗസുകൾ, റോഡ്, റെയിൽവേ, ജലസേചനം തുടങ്ങി 17,300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ISRO കുലശേഖരപുരത്ത് നിർമ്മിക്കുന്ന 2ാം റോക്കറ്റ് ലോഞ്ച് പാഡിന്റെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 24 ചെന്നൈ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇപ്പോൾ മൂന്നാറിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. ആന നിലവിൽ ഉള്ളത് തലയാർ മേഖലയിലാണ്. ആന വഴിയോരക്കട തകർത്തു. കൂടുതൽ പ്രകോപിതൻ എന്നാണ് വിവരം. രാഹുൽ വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും പടയപ്പ അവിടെ തന്നെ തുടരുകയാണോ? ഉമേഷ്, ഇപ്പോഴും പടയപ്പ ഈ സംസ്ഥാന പാതയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വഴിയോര കട പൂർണ്ണമായിട്ടും തകർത്തു എന്നുള്ള വിവരം കൂടി കിട്ടുന്നുണ്ട്. ഈ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ നിന്നാണ് ഈ തലയാർ എസ്റ്റേറ്റ് ഭാഗത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന മതപ്പാടിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രകോപിതനാകും എന്നുള്ളതും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്രക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ജനങ്ങളും, ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ ജനങ്ങളും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പടയപ്പേനെ ഉൾപ്പെടെ പിടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എംപി ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത്. അതിനിടയിൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ ഇറങ്ങി ഒരു വഴിയോരക്കട തകർക്കുന്ന സ്ഥിതിയിലേക്ക് വരെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യം. രാഹുൽ, ഈ കഴിഞ്ഞ ദിവസം പടയപ്പ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അന്ന് സിമന്റ് കയറ്റി വന്ന ഒരു ലോറിയോടായിരുന്നു പരാക്രമം. അതിനോട് തൊട്ടടുത്ത മേഖലയാണോ? വനംവകുപ്പ് സംഘം എത്തിയിട്ടുണ്ടോ അവിടെ രാഹുൽ? നിലവിൽ വനം വകുപ്പ് സംഘം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ വാച്ചർമാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ സംഭവ സമയം അവിടെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ നാട്ടുകാർ നമ്മളെ അറിയിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലോറി തടയുക മാത്രമല്ല പടയപ്പ ചെയ്തത്, ഒരു കാറും ഒരു ബൈക്കും ആക്രമിച്ച് തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ റോഡിൽ ഇറങ്ങിക്കൊണ്ട് പരാക്രമം നടത്തുകയും ഒരു വഴിയോരക്കട തകർക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോഴും ഈ സംസ്ഥാന പാതയിൽ തുടരുകയാണ്. വനവകുപ്പ് സംഘം വൈകാതെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ രാഹുൽ? രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ മറയൂർ പാതയിലാണ് വീണ്ടും പടയപ്പയുടെ പരാക്രമം. കഴിഞ്ഞ ദിവസം ഒരു സിമന്റ് ലോറിയുടെ പരാക്രമം, അതിനുശേഷം ഒരു കാറ് തകർക്കുന്നു, ബൈക്ക് ആക്രമിക്കുന്നു. ഇപ്പോൾ വഴിയോരക്കട തകർത്തു എന്നാണ് വിവരം. ഇതുവരെ വനംവകുപ്പ് സംഘം എത്തിയിട്ടില്ല. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഷാജി പൊയ്കയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകരുടെ കമൻ്റ് ഒന്നും വായിക്കുന്നില്ല, ഹാഷ്മിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുമെന്നാണ് ഷാജി പൊയ്കയിൽ പറയുന്നത്. കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്, നമ്മൾ കമൻറ്റുകൾ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന കമൻറ്റുകളൊക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ലില്ലി പറയുന്നുണ്ട്, കമൻസ് ഇടാൻ തോന്നുന്ന ഒരു വാർത്തയും കാണുന്നില്ല, രാഷ്ട്രീയ കാര്യങ്ങൾ ഒട്ടും താല്പര്യമില്ല, കുതിര കച്ചവടമല്ലേ എന്നുള്ള അഭിപ്രായം ലില്ലി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന, പറയേണ്ടതെന്ന് തോന്നുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഇത്തവണത്തെ MG സർവകലാശാല കലോത്സവത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പേരാണ്. ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വരിയായ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. ലോ അക്കാദമി വിദ്യാർത്ഥിയായ മീനാക്ഷിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. പതിവ് കലോത്സവങ്ങളുടെ പേരുകളിൽ നിന്നും വ്യത്യസ്തമായൊരു പേര്. ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യത്തെ വരി. അതെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. MG സർവകലാശാല കലോത്സവം അക്ഷരനഗരിയിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ഈ പേര് തന്നെയാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും സമത്വവുമെല്ലാം തകർക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുമ്പോൾ കലയിലൂടെ തന്നെ മറുപടി നൽകുകയാണ് MG യൂണിവേഴ്സിറ്റി യൂണിയൻ. നിങ്ങളുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെയോ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയാണ് എന്ന് കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞ് അത് കൃത്യമായിട്ട് സർവകലാശാല യൂണിയൻ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കാനായിട്ട് ആഗ്രഹിച്ചു. നമുക്കറിയാം രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്. വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പോലും കൃത്യമായിട്ടുള്ള RSSൻ്റെ വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെതിരെ ഏത് മേഖലയിലാണോ അവർ രാഷ്ട്രീയം കടത്തുന്നത് അല്ലെങ്കിൽ അവരുടെ വർഗീയ അജണ്ട മുന്നോട്ട് വെക്കുന്നത് അതിനെ അതേ നാണയത്തിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സർവകലാശാലകൾക്കകത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ലോ അക്കാദമി വിദ്യാർത്ഥിനി
മീനാക്ഷിയാണ് വ്യത്യസ്തമായ ഈ പേര് നിർദ്ദേശിച്ചത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രകടമായ ഒരു കലയിലൂടെ നമ്മൾ പ്രതിഷേധം കൊണ്ടുവരുമ്പോഴോ എന്ന രീതിയിലേക്ക് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വന്നത് ഭരണഘടനയുടെ ആമുഖം തന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള മതനിരപേക്ഷതയും സാഹോദര്യവും സമത്വവും എല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അകത്ത് ഇതിലും പ്രസക്തമായ ഒരു വാക്ക് ഈ കാലഘട്ടത്തിന് നിർദ്ദേശിക്കാൻ കഴിയില്ല എന്ന തോന്നലിലാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിച്ചേർന്നത്. മത്സരങ്ങൾ നടക്കുന്ന 9 വേദികളുടെ പേരുകളിലുമുണ്ട് വ്യത്യസ്തത. ഭരണഘടനാ മൂല്യങ്ങളായ സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ജസ്റ്റിസ്, റിപ്പബ്ലിക്, സോവറിൻ, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നാണ് വേദികളുടെ പേര്. പ്രധാന വേദിക്ക് മുന്നിൽ ഭരണഘടനയുടെ മാതൃകയും സ്ഥാപിച്ചിട്ടുണ്ട്. കലോത്സവത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. കലാചർച്ചകൾക്കപ്പുറം ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചയ്ക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് MG കലോത്സവം. കോട്ടയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ തേവര SHഉം സെന്റ് തെരാസസും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ കടുക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ടോബി ജോൺസൺ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ടോബി, വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഉന്മേഷ്, കോട്ടയം ജില്ലയിലാണ് കലോത്സവം നടക്കുന്നതെങ്കിലും പോരാട്ടം എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പോരാട്ടം ആദ്യ ദിവസം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഏറ്റവും അവസാനം പോയിന്റ് നില വരുമ്പോൾ SH തേവരയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവർക്ക് 31 പോയിന്റുകളാണ് നിലവിലെ ഒരു പോയിന്റ് പട്ടിക പ്രകാരം ഉള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ശ്രീശങ്കര കാലടി കോളേജാണ്. നമുക്കറിയാം, നേരത്തെ SH സെന്റ് തെരേസാസ് കോളേജ് നേരത്തെ ഇന്നലെ വൈകുന്നേരത്തെ റിസൾട്ട് വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീശങ്കര കോളേജ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം, CMS കോളേജ് 3-ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നു. 19 പോയിന്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം 12ഓളം മത്സരങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരങ്ങളുടെ ഫലങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വരും. അപ്പോൾ പോയിന്റ് നില മാറി മറിയാനുള്ള സാധ്യത തന്നെയുണ്ട്. പ്രധാനമായും എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ ഒരു കലോത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ സിഇഒയും സെക്രട്ടറിയുമായ ഡോക്ടർ NK മുഹമ്മദ് ബഷീറിന്റെ മനുഷ്യന്റെ ഉദ്ഭവം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഉൽപ്പത്തി നിഗമനങ്ങൾക്കപ്പുറം എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം ഭാഗമാണ് മനുഷ്യന്റെ ഉദ്ഭവം. ജീവന്റെ ഉദ്ഭവം തേടിയുള്ള യാത്രയാണ് പുസ്തകമെന്ന് പ്രകാശനം ചെയ്ത കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷനായി. ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ PK പോക്കർ പുസ്തകം പരിചയപ്പെടുത്തി. ഒലി ബുക്സാണ് പ്രസാധകർ. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. എറണാകുളം ലോക്സഭാ മണ്ഡലം ഇത്തവണ LDF തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി KJ ഷൈൻ 24നോട്. BJP സർക്കാരിനൊപ്പം ചേർന്ന ഹൈബി ഈഡൻ കൊച്ചിയുടെ വികസനത്തിന് തുരങ്കം വെച്ചെന്ന് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിച്ചു. കഴിഞ്ഞ തവണ ഹൈബി ഈഡൻ LDF സ്ഥാനാർത്ഥി P രാജീവിനെ തോൽപ്പിച്ചത് 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ. ഇത്തവണ UDF കോട്ട പിടിച്ചെടുക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് KSTA നേതാവ് KJ ഷൈനിനെ. സഭാ സമവാക്യവും വനിതാ പ്രാതിനിധ്യവും കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥി നിർണയം. കേന്ദ്രവിരുദ്ധ നിലപാടുകളും വികസനവും മണ്ഡലത്തിൽ ചർച്ചയാവുമെന്ന KJ ഷൈൻ. ദേശീയ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസ് ഒരു ബദലാണ് എന്നിവിടെ പ്രചരിപ്പിച്ചു. പക്ഷെ അത് അമ്പേ പൊളിയാണ് എന്ന് ദേശീയ രാഷ്ട്രീയം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പേര് പറഞ്ഞ് വോട്ട് വാങ്ങി ഓരോ MLAമാരായിട്ട് പുറത്ത്. പശ്ചാത്തല വികസനത്തിൻ്റെ പ്രശ്നമുണ്ട്. റെയിൽവേ പോലുള്ള, നമുക്ക് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ പോലും എടുത്താൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇന്നും നടക്കാത്ത ഒരു റെയിൽവേ മേഖലയിലാകെ. ഹൈബി ഈഡനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM ജില്ലാ സെക്രട്ടറി CN മോഹനനും രംഗത്തെത്തി. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്നയാൾ BJPക്കാരുടെ കൂടെ കൂടിയതിനു ശേഷം കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ തുരങ്കം വയ്ക്കാനല്ല, ഈ എറണാകുളം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. അതിനാണ് സ്ഥാനാർത്ഥി ജയിച്ചു വരേണ്ടത്. അപ്പോൾ അതിൽ ഞങ്ങൾ കാണുന്ന KSTA രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികയായിട്ടുള്ള
KJ ഷൈൻ ടീച്ചർ അതിന് ഏറ്റവും പറ്റിയ ആളാണ്. ആശങ്കകൾ ഒന്നുമില്ല. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. UDF വിജയം ഉറപ്പെന്നും ഹൈബി ഈഡൻ. എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു നഗരമാണ്. ആ നഗരത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള പരിഗണനകൾ, കൂടുതൽ പദ്ധതികൾ, വികസനം ഒരു വലിയ ചർച്ചയാകുന്ന ഒന്നാണ്. എറണാകുളത്തിൻ്റെ വിവിധങ്ങളാർന്ന വിഷയങ്ങൾ, വികസന രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നമ്മളുടെ മറ്റ് റീച്ച് ഔട്ട് പരിപാടികൾ, അതെല്ലാം പൊതുസമൂഹം വീക്ഷിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. BJP സ്ഥാനാർത്ഥി കൂടി എത്തിയാൽ ചിത്രം വ്യക്തമാകും. TP സിന്ധുമോൾ, അനിൽ ആന്റണി എന്നിവരുടെ പേരുകളാണ് BJP ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. കർഷകരുടെ പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുകയാണ്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ്. എന്തായാലും കോട്ടയത്ത് മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ? എത്രത്തോളം ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു? ഭാഗികമായിട്ടാണെങ്കിലും കുറെ എല്ലാ മണ്ഡലങ്ങളിലെയും, എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും എല്ലാ മേഖലകളിലും തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞു. വലിയ ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വിജയത്തെ സംബന്ധിച്ചുള്ളത്. വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയത്തിനും ഇടയില്ല. ജനങ്ങളൊരു മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടയത്താണ് കേരള കോൺഗ്രസ് M ആണ് എതിരാളികൾ, അവരുടെ തട്ടകമാണെന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഇത് കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്. ഇതിനകത്ത് കേരള കോൺഗ്രസ് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എന്ന പാർട്ടി, ബ്രാക്കറ്റ് ഇല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. പാല അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളുണ്ട്, അവിടെയൊക്കെ. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് കൂടി വേഗത്തിൽ. എറണാകുളം നെട്ടൂരിലെ മരട് രാജ്യാന്തര മാർക്കറ്റിൽ പുല്ലിന് തീപിടിച്ചു. എബിൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മാർക്കറ്റിനോട് ചേർന്നുള്ള പുൽത്തകിടിക്കാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 2 യൂണിറ്റ് പോലീസ്, ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ കടുത്ത വേനലായതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് തീ പിടിച്ചതെന്നുള്ള വിവരം ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല. ഏതായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം വളരെ വേഗം തുടരുകയാണ്. ഉന്മേഷ്, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതോടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാകുന്നു.